കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം നഗരസഭാ BJP കൗൺസിലർ സുഗതനെതിരായ കൂടുതൽ കേസുകൾ പുറത്ത്. സുഗതനെതിരെ വധശ്രമവും കലാപശ്രമവും ഉൾപ്പെടെ 19 കേസുകൾ. പൊതുയോഗങ്ങൾ ഭീഷണിപ്പെടുത്തി തടസ്സപ്പെടുത്തിയതിനും കേസുകളുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ നൗഫൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. നൗഫൽ, ഈ സുഗതന് വേണ്ടിയിട്ടാണ് സ്വന്തം പോലീസിനെ പോലും തള്ളിപ്പറഞ്ഞ് കെ മുരളീധരൻ പഴയ ഡീൽ വ്യക്തമാക്കുന്നു എന്നൊക്കെ ആരോപണം ഉയർന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ BJP കൗൺസിലർക്കെതിരെ ഇതാ കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ നൗഫൽ? അജിംഷാദ്, അത് തന്നെയാണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തന്നെ ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ഭാഗത്താണ്. അഥവാ ഇന്ന് ഈ SHOയുടെ വീട്ടിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ ആരെ ന്യായീകരിക്കാൻ എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വ്യക്തത ഇല്ല. കാര്യം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ സുഗതനെതിരെ 12ഓളം കേസുകൾ നിലനിൽക്കുന്നു എന്ന്. എന്നാൽ ഏറ്റവും അവസാനം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ മാത്രം 19 കേസുകൾ നിലനിൽക്കുന്നു. വധശ്രമത്തിന്, കലാപം ആഹ്വാനത്തിന് ഉൾപ്പെടെയുള്ള കേസുകൾ നിലനിൽക്കുന്നു. മുൻ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള VK പ്രശാന്തിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസ്, അതുപോലെ തന്നെ പൊതുയോഗങ്ങൾ തടസ്സപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നതിൻ്റെ പേരിലും കേസ് നിലനിൽക്കുന്നുണ്ട്. കൈരളിയുമായി ഒരു ദൃശ്യങ്ങൾ നാം പങ്കുവച്ചിരുന്നു. പോലീസിനെ അസഭ്യം പറയുന്ന രീതിയിൽ ഉൾപ്പെടെ പൊതുമധ്യത്തിൽ പോലീസിനെ അസഭ്യം പറയുന്ന ഉൾപ്പെടെയുള്ള പ്രവണതകളിലേക്ക് പോയ ഒരാൾ കൂടിയാണ്. അത്തരത്തിൽ അങ്ങനെ ഒരാളെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ളവർ തികച്ചും ന്യായീകരിക്കുകയും സംരക്ഷണം ഒരുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. മാത്രമല്ല, കാപ്പ ചുമത്താൻ എന്താണ് കാരണം, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചത് എന്താണെന്നാണ് വീണ്ടും ഈ പറയുന്ന മേയർ VV രാജേഷ് ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം കൂടിയാണ് ഈ പറയുന്ന 19ഓളം ക്രിമിനൽ വധശ്രമ കേസ് ഉൾപ്പെടെ 19ഓളം കേസ് മാത്രം വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ. അങ്ങനെയാണെന്ന് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞത്. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല, കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞു. അന്ന് നേരം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ സ്ഥലം MLA കൂടിയായിട്ടുള്ള ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്നെന്ന് പറഞ്ഞത് പോലീസ് അവിടെ ഇടപെട്ടത് ശരിയായില്ല, അല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിയുതിർത്തത് ശരിയല്ല, അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് പോലീസ് ആണ് എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞതിന് വിപരീതമായി സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു വെച്ചത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരാളെ ന്യായീകരിക്കുന്നത് കൊണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ ഈ വാഴോട്ടുകോണം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഡീല് നടന്നിട്ടുണ്ട്. BJPയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര വ്യക്തമാണെന്ന് ഇന്നലെ പ്രതിഷേധ ധർണ LDFന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി V ജോയ് ഉൾപ്പെടെയുള്ളവർ അക്കാര്യം വ്യക്തമായും പറഞ്ഞിരുന്നു. ഇതിന്റെ എല്ലാം ബാക്കിപത്രമാണ് ഈ കാണുന്നത്. 19ഓളം ക്രിമിനൽ കേസുകളിൽ CPIM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റാരോപിതനല്ല ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സുഗതനെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെയാണ് ഈ പറയുന്ന VV രാജേഷും രാജീവ് ചന്ദ്രശേഖരൻ ന്യായീകരിക്കുന്നത്. ആ പാർട്ടിക്കാരാണ് എന്നതുകൂടി കൊണ്ട് നമുക്ക് പറയാൻ, വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രി കെ മുരളീധരൻ ഇതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയുമായി തന്നെയാണ് രംഗത്ത് വന്നത്. അത് ഇങ്ങനെയൊരു കൊടും ക്രിമിനലിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് എന്നതിൻ്റെ കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഈ സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. യുവമോർച്ചയുടെ മാർച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ഇങ്ങോട്ട്, അതും അക്രമാസക്തമായി നമ്മൾ വരുന്ന വഴിയിലേക്ക് കണ്ടതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്രിമിനലിനെ ഇനിയും എന്ത് ന്യായീകരണം പറഞ്ഞ് ഈ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകേണ്ടതെന്ന് എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യം കൂടിയാണ്. ജിംഷാദ്, തീർച്ചയായും നൗഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതായത് BJP കൗൺസിലറെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ കെ മുരളീധരൻ സ്വന്തം പോലീസിനെ തള്ളിപ്പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുന്നു. 1. 2, BJP കൗൺസിലർ എന്ന് മാത്രമല്ല, ഇത്രയേറെ ക്രിമിനൽ കേസുകളിലെ പ്രതിയായാളെ BJPക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നത് BJPക്കാരനായതുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ്, മന്ത്രി എന്തിനാണ് BJP കൗൺസിലർ ഇത്ര കുഴപ്പം പിടിച്ച ആളിനെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഡീൽ പുറത്തെത്തുന്നത്. നുസൂർ അടക്കം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്യമായി എത്തി വാർത്താ സമ്മേളനം നടത്തിയതാണ് ഈ തെക്കൻ ജില്ലകളിലെ 5 മണ്ഡലങ്ങളിലെ ഡീലിനെ സംബന്ധിച്ച്. ഇപ്പോൾ അതൊക്കെ കൂടുതൽ വ്യക്തമാകുകയാണ് കെ മുരളീധരൻ്റെ വാക്കുകളോടുകൂടി. എന്തായാലും നൗഫലാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.